I'm Pinam back. Big Boss season 7 episode 11 reaction. ഓടി വരണ കണ്ട ഡാൻസ് കളിച്ചങ്ങോട്ട് മറക്കാന്ന് തോന്നുന്നു. അവിടെ എന്നിട്ട് ഇങ്ങനെ കാണിക്കാനല്ലേ. എടേ ഒന്ന് അനങ്ങി ഡാൻസ് കളിയടേ. കുറെ ഉറക്കം തൂങ്ങി കണ്ടസ്റ്റൻസ് ഉണ്ട്. ബിഗ് ബോസ് വി നീഡ് ഡാൻസേഴ്സ് ലൈക്ക് അൻസിബ ആൻഡ് ജിൻഡോ. പഠിക്കാനല്ലേ അവളെ ഇന്ന് തരണോ? രാവിലെ തന്നെ അടക്കളിയിൽ എന്തോ അടി നടക്കുന്നുണ്ട്. നമുക്കൊന്ന് എത്തി നോക്കിയിട്ട് വരാം. കൊള്ളത്തില്ലേ? ആ വെള്ളം കൊള്ളത്തില്ല, ഒഴിക്കല്ലേ. ഒരു ബോസി ടൈപ്പിൽ പറയേണ്ട ആവശ്യമില്ല. അപ്പൊ ജിസൽ അത് അങ്ങനെ പറഞ്ഞത് അനീഷിന് ഇഷ്ടപ്പെട്ടില്ല. അനീഷ് എന്ന് പറയുന്നത് കേൾക്കാം. അത് മര്യാദക്ക് പറഞ്ഞ പോരെ. മര്യാദക്ക് മാത്രം ഉത്തരം പറയുന്ന ഒരാള് നോക്കട്ടെ. മര്യാദ രാമാ, ജിസൽ നീ പറയണ വഴി ശരിയാണ്. നീ എന്നെ തിരുത്താൻ തന്നെ ഞാൻ അങ്ങനെ പറയുള്ളൂ. ഒരുപാട് ഇടവഴികളുള്ള സ്ഥലമല്ലേ ചെന്നൈ. ആർക്കാണെങ്കിലും വഴി തെറ്റും. എന്തൊരു നല്ല ആൾക്കാരെ ബിഗ് ബോസ് വീട്ടിൽ. എല്ലാവരും സൂപ്പർ 916 തനി തങ്കമാണ്. ഉണ്ടാക്കടാ മര്യാദക്ക്. ജിസൽ ബി ലൈക്ക്, അയ്യോ ഞാൻ ചൂടായതല്ല, ഇതെന്റെ ടോണാണ്. നിങ്ങൾ കയറി തിന്നേ വരെ സമയത്തിന് ഭക്ഷണം കിട്ടിയിട്ടില്ല. സരിക കേബി ഒന്ന് ചെറിയാം. എടോ ഫുഡ് എങ്ങാനും കിട്ടുവോടോ? ബ്രേക്ക്ഫാസ്റ്റ് ആണോ ലഞ്ചിനാണോ ബ്രേക്ക്ഫാസ്റ്റ് വരുന്നത്? രാവിലെ 10 മണിക്ക് കിട്ടണത് ഉച്ചയ്ക്ക് 1 മണിക്ക് കിട്ടുക. ബൈ ദ വേ, ഇവർക്ക് ഇങ്ങനെ കറക്റ്റ് സമയമൊക്കെ അറിയുന്നത്. 10:30 ഫുഡ് കൊടുക്കും, 11 മണിക്ക് കൊടുക്കും. ഇതൊക്കെ എങ്ങനെ ഇവർ കറക്റ്റ് സമയം വെച്ചിട്ട് മനസ്സിലാക്കുന്നേ? നേരത്തിൻ ഗതി അറിയാതെ ബിഗ് ബോസ് ഇങ്ങനെയല്ലേ ടൈറ്റിൽ സോങ്. നിങ്ങളുടെ ക്ലോക്ക് എങ്ങനെ ഉണ്ടാവും? അത് ബിഗ് ബോസ് ഇടയ്ക്ക് വിളിച്ചു പറയൂ സമയം 10:30 കൂട്ടി കൊടുക്കുക. ഭയങ്കര കിച്ചൺ ബി. നമുക്കിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ജിസേല് മേക്കപ്പ് ഇട്ടിട്ടുണ്ടെന്ന് ആദിലെ നൂറെ നമ്മുടെ ഷാനവാസ് ഇക്കാനോട് പറയാം. മലയാളം അറിയാത്തോണ്ടാവും. നിങ്ങളത് പറഞ്ഞാൽ മതി, ഞാൻ ഏറ്റുപിടിച്ചോളാം. നിങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞു, ഞാൻ ഏറ്റുപിടിക്കാന്ന്. ഞാൻ ക്യാപ്റ്റനല്ലേ, ഞാൻ ഏറ്റുപിടിച്ചിരിക്കും. അപ്പൊ അതിന്റെ ഇടയ്ക്ക് അനു അവിടെ കിടന്ന് ഉറങ്ങി പട്ടി വരച്ചു. ബാക്കി കണ്ടസ്റ്റൻസ് ചെറിയൊരാളെ നോക്കിയിരിക്കുകയായിരുന്നു. ഇന്നത്തേക്ക് പറ്റിയ അനുമോൾ. ബാ നമുക്ക് ചൊറിയാം. അനുബിയിലേക്ക് പുല്ല് ഉറങ്ങിയും പോയില്ലെങ്കിൽ ഇവന്മാര് തലയ്ക്ക് സൗകര്യം തരില്ല. ഇവിടുന്ന് വല്ലത് എടുത്തായിരുന്ന എന്ത്? അപ്പൊ ജിസലിന്റെ ഫേസ് വാഷ്, ഇന്നലത്തെ എപ്പിസോഡിൽ ഫേസ് വാഷ് കണ്ടില്ല എന്ന് പറഞ്ഞല്ലോ. അത് ജിസല് ചോദിക്കുകയാണ് അനുബിയിലേക്ക്, എന്തെടുക്കാൻ? ഞങ്ങളെന്താ കള്ളന്മാര്? ഞങ്ങൾക്ക് നിന്റെ സാധനം ഒന്നും വേണ്ടേ? പിന്നെ ഉണ്ടല്ലോ ഭയങ്കര. കഴിഞ്ഞ വീക്ക് ഉണ്ടായ ബിൻസി ഷാനവാസ് വഴക്കില് ബിൻസിക്ക് ഷാനവാസിനോട് ആ ഗ്രഡ്ജ് ഇപ്പോഴും ഉണ്ട്. എന്ത് പറഞ്ഞാലും ഷാനവാസിനെ കുറ്റം പറയും. ഇങ്ങനെ ഗ്രഡ്ജ് വെക്കുന്നവർ ബിഗ് ബോസിൽ വാഴത്തില്ല. പറഞ്ഞൊരു കാര്യമുണ്ട്, ഐ ആം ആൻ ആക്ടർ, എനിക്ക് അഭിനയിക്കാൻ അറിയാം. അപ്പാനി ഷാനവാസിനെക്കാളും വലിയ ആക്ടർ ഞാൻ തന്നെ കേട്ടോ. എന്നെ ഇരുത്തി പറയേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് എന്റെ ഗെയിമാണ്, എന്നെ ഒരു രീതിയിലും ബാധിക്കില്ല. പിന്നെ ഓക്കെ സമ്മതിച്ചു, നീ ഭയങ്കര ഗെയിം തന്നെ. ഓക്കെ, നമുക്ക് ഇനി കുറച്ചു നേരം അത്തള വിത്തള തവളാച്ചി കളിക്കാം. രേണു ചേച്ചി ഐഷു അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചേ, ഞാൻ മുള്ളാൻ മറന്നു. ഒന്ന് മുള്ളിട്ട് വരാം. ഇന്നത്തെ എപ്പിസോഡിലെ ബെസ്റ്റ് ജോക്ക് എവർ ബൈ രേണു ചേച്ചി. കോൾഡ് വാർ. അത് കഴിഞ്ഞ് ഈ വീക്സിലെ മിഡ് വീക്ക് എവിക്ഷന്റെ ടാസ്ക് ആയിരുന്നു. ടാസ്കിന്റെ പേരാണ് കോൾഡ് വാർ. സംഭവമൊന്നുമില്ല. ആ സൈഡിൽ കുറെ സാധനങ്ങൾ കൂട്ടിയിട്ടുണ്ടാവും. ഇവർക്ക് 5 ഫ്രിഡ്ജ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഇവിടെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ പറക്കി ഫ്രിഡ്ജിൽ നിറയ്ക്കുക. ഏറ്റവും കൂടുതൽ സാധനങ്ങൾ പറക്കി നിറയ്ക്കുന്നവർ വിജയിക്കും. മത്സരം തുടങ്ങിയ വഴി എല്ലാവരും പോയിട്ട് എല്ലാ സാധനവും കുത്തി കയറ്റിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചു. എന്നാലും എന്റെ സംശയം, ഈ ടെഡി ബെയറിന് ആരടാ ഫ്രിഡ്ജിൽ വെക്കുന്നേ? പാവയും തലയണയും ഞാൻ ഫ്രിഡ്ജിൽ വെക്കാറില്ല. അങ്ങനെ പറ. അതെങ്ങനെയാ? ലോജിക്കലി തിങ്ക് ചെയ്യുന്ന ആരും ഇല്ലല്ലോ. അല്പം ലോജിക്കൊക്കെ വേണ്ടേ? ഹലോ ലോജിക്കലി തിങ്ക് ചെയ്യുന്ന ആൾക്കാരല്ലാന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അത് ഇവരെ സെലക്ട് ചെയ്തവർക്കും ഇവർ ലോജിക്കലി തിങ്ക് ചെയ്യുന്നില്ല എന്നുള്ള ബോധം ഉണ്ടായില്ലല്ലോ. അപ്പൊ പിന്നെ അവരെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല. ശരത്തപ്പനി മനസ്സിൽ, എടാ അക്ബറെ, നീയല്ല ഊനിലിനെ ഔട്ടാക്കിയിട്ട് കാലും കയറ്റി വെച്ച് ചായ കുടിക്കണം എന്നൊക്കെ പറഞ്ഞേ. എന്നിട്ട് നീ അവനെ ജയിപ്പിക്കണം. അനീഷ് നേടിയത് അങ്ങനെ ഒനിയിൽ ഫസ്റ്റ്, റേന സെക്കൻഡ്, രേണു തേർഡ്, അനീഷ് ഫോർത്ത്, സരിക ഫിഫ്ത്ത്, ശാരിക സിക്സ്ത്. നിങ്ങളുടെ സഹായികൾ പോരാ എന്ന് പറയുന്നത് കേട്ടു. അതിന്റെ ബിഗ് ബോസ് വിളിച്ചിട്ട് ചോദിച്ചു, ഇപ്പോഴത്തെ നിങ്ങളുടെ ടീമിൽ നിങ്ങൾ തൃപ്തരല്ല എന്ന് കേട്ടു. ആര് പറഞ്ഞു ബിഗ് ബോസ് കംപ്ലൈന്റ്? പിന്നീട് പെർഫോമൻസിനോട് അത്ര സാറ്റിസ്ഫൈഡ് അല്ല. അപ്പോ ശാരിക കേബിക്ക് ബിന്നീന് ഇഷ്ടപ്പെട്ടില്ല. ഇന്നത്തെ മത്സരത്തിൽ ഇഷ്ടപ്പെട്ടിട്ടാ. ഇന്നത്തെ മത്സരത്തിൽ ഇഷ്ടപ്പെട്ടില്ല. തോറ്റു കഴിഞ്ഞപ്പോ ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ബിന്നി പാനിക്കായി പോയി. പെട്ടി അപ്പൊ ഇവരുടെ പ്ലാൻ എന്ന് വെച്ചാൽ പെട്ടി എടുത്തിട്ട് അതിൽ സാധനങ്ങൾ നിറയ്ക്കാനായിരുന്നു. അപ്പൊ ബിന്നി പെട്ടി എടുത്തുകൊണ്ടേ ആദ്യം തന്നെ അപ്പുറത്തുകൊണ്ടേ വെച്ചു. അത് മനഃപൂർവ്വം ചെയ്തതെന്നാണ് ശാരിക പറയുന്നത്. ബിന്നി ഇപ്പൊ പെട്ടി എടുത്തത് കുറ്റമായ. ഞാൻ ഇതൊന്നും പ്ലേസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതൊന്നും കൗണ്ട് ചെയ്യത്തില്ല. ആ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിരിക്കും. തനിക്ക് ഒറ്റ പോയിന്റ് പോലും കിട്ടില്ലായിരുന്നു. ശാരിക, നിനക്ക് പോയിന്റ് കിട്ടിയില്ലെങ്കിൽ ഞാൻ 6ാം സ്ഥാനത്തല്ലേ. ഇനി എന്തിന്റെ പോയിന്റ് കിട്ടിയിട്ട് തോറ്റില്ലെങ്കിൽ 6. അവരുടെ പെർഫോമൻസിൽ ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. അത് കഴിഞ്ഞപ്പോ നമ്മുടെ അനീഷിന് എന്തോ പറയാനുണ്ട്. അനീഷ് പറ. കാരണം ആദ്യത്തെ
താക്കോൽ എടുക്കാൻ പോലും ശരത്തിന് സാധിക്കാഞ്ഞത് എടാ ഭയങ്കര തനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് പണിയെടുത്ത് അവരെ പുച്ഛിക്കുന്നോടാ താൻ. കാലുമ വെക്കാനുള്ളതും കൈമ വെക്കാനുള്ളതും ഇയാൾക്ക് വേണ്ടി ചെളിയിൽ ഇറങ്ങി എന്നെ അടിക്കണം. അനുമോള് പറഞ്ഞ ഒരു വാക്ക് വല്ലാതെ ഹാർട്ടായി. അത് പറ അനീഷേട്ട്, എന്ത് വാക്ക പറഞ്ഞേ? സംസാരിക്കാനുള്ള സ്പേസ് തരാൻ പറ്റുമോ? ബിഗ് ബോസ് സ്പേസ് തീർച്ചയായും. അപ്പൊ അനിമുത്തേ നിനക്ക് സ്പേസ് തരാലോ. ഇതിന് വേണ്ടിട്ടല്ല ഞാനിത് പറഞ്ഞേ. സ്പേസ് നല്ല അടി ഉണ്ടാവുള്ളൂ. സ്പേസ് തരാം. ആത്മാർത്ഥമായിട്ടാണ് ഈ ഗെയിമിൽ നിന്നത്. അതൊക്കെ ശരി തന്നെ. സത്യം പറഞ്ഞ നല്ല വിഷമമുണ്ട് ഈ കാര്യത്തില്. ഓക്കെ പനി, ഞാനുണ്ട് നിന്റെ കൂടെ. ഫ്രിഡ്ജിന്റെ അകത്ത് വെക്കേണ്ട സാധനങ്ങൾ മാത്രം എടുത്താൽ മതി. അനു അങ്ങനെ പറഞ്ഞാ, എന്നിട്ട് ഈ മരപ്പൊട്ടം പറഞ്ഞ മറ്റേ സാധനം എടുക്കാൻ ഈ മണ്ടൻ ജയിക്കാനുള്ള സ്പേസ് കിട്ടിയതിലൂടെ താൻ തന്നെയല്ല കളയുന്നേ. താൻ തന്നെയല്ലോ കളഞ്ഞ. അപ്പൊ ഇവര് വേണ്ട സാധനങ്ങൾ നിറഞ്ഞ് എന്നെ അടിക്കണം. ഉള്ള ഒരു വഴിയുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. ഓക്കെ, വഴി പറ. ചിട്ടുകളെടുത്ത് പുതിയ സഹായികളെ കണ്ടെത്തുക. അപ്പൊ ബിഗ് ബോസ് പറയാണ് സഹായികളെ റീഷെയർ ചെയ്യാം. സഹായികളുടെ പേരെഴുതിയ ലോട്ട് ഇടണോ, അതിൽ നിന്ന് എടുത്തിട്ട് നിങ്ങൾക്ക് മാറ്റാം. ഡെഡ് സോണിൽ എത്താതിരിക്കേണ്ടതും. ഓക്കെ, നീ എത്തണ്ട. നീ ഉറപ്പായിട്ട് എത്തും. ശരത്ത് നീ എത്തൂടാ, ഞങ്ങളെ വിഷമിപ്പിച്ചേര്. കാര്യമുണ്ടല്ലോ, പാപികളെ ദൈവം ഒരുപാട് വാഴിക്കില്ല. നീ എത്തും. അങ്ങനെ ടാസ്കിലെ ഹെൽപ്പേഴ്സ് ചേഞ്ച് ആയി. ഇവരുടെ അനീഷിന് കിട്ടിയത് ശൈത്യനെയും ആദില നൂറേനെയും. എനിക്ക് മനസ്സിലായോ? ആദില നൂറാൻ ശൈത്യ ലൈക്ക് പുല്ല് ഇയാളുടെ തള്ളു കേൾക്കണമല്ലോ. എന്റെ ശത്രു അവൻ ഇവിടുത്തെ സത്യമായിട്ട്. ആണോടെ കുട്ടാ, നിന്റെ ശത്രുവാണോ? പക്ഷെ എന്നിട്ട് ഞാൻ അവനോട് അത്ര ആത്മാർത്ഥമായിട്ട് കളിച്ചു. അയാളെന്താ ബ്രിട്ടീഷുകാരന് ശത്രു? അവൻ ഇതെല്ലാം കൊണ്ടുപോകാനാണെങ്കിൽ ഞാൻ എന്തിനാ ഇവരെ ക്യാപ്റ്റനാക്കി കൊണ്ടേ? ഷാനവാസ്, അതെ ആ നിവിൻ ഇവിടെ കയറി ഗോതമ്പ് പൊടി എന്താ കടിച്ചു മാറ്റുന്നുണ്ട്. താനൊരു ക്യാപ്റ്റൻ അല്ലേ? താനത് ചോദിക്കുന്നുണ്ടോ? ലാസ്റ്റ് ശനിയാഴ്ച ആകുമ്പോഴേക്കും ഞങ്ങൾക്ക് ഫുഡ് കിട്ടിയില്ലെങ്കിൽ തനി സ്വഭാവം തന്നെ അറിയും. താൻ ഇത് മൊണ്ണയാണോ? മൊണ്ണ ഇതൊക്കെ കേട്ടിട്ട് അനീഷും ഇണ്ടാതെ തോന്നുന്നു. എനിക്ക് അതിലാണ് അതിശയം. സത്യമായുള്ള കാര്യം ഇപ്പോഴെങ്കിലും ഷാനവാസ് സത്യം പറഞ്ഞു. അങ്ങനെ നിക്കാറില്ലല്ലോ. എന്ത് പറ്റിയ അനീഷേട്ടാ? എനിക്ക് ഞാൻ സോറി നീ ആക്സെപ്റ്റ് ചെയ്യണ്ട. ആരാണ് പറയേ? ആരാണ് പറഞ്ഞേ? പറ. അത് അവിടെ തീർന്നു. ശ്ശെ, അത് പറഞ്ഞില്ലേ. ഈ അരിയും ചോറും വെറുതെ കിട്ടുവോ? അങ്ങനെ നെവിന്റെ ഇഷ്യൂ കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോ അടുത്ത ഇഷ്യൂ. അനീഷ് ഉച്ചയ്ക്ക് വെച്ച ചോറ് കൊണ്ട് രാത്രി കളഞ്ഞു. എന്തെങ്കിലും ഞാൻ നിങ്ങളെ വിളിച്ചാ ഇത് ചോദിക്കാൻ ഷാനവാസ് വന്നു. ഷാനവാസിനോട് നീ ആരാടാ കിച്ചണിലൊന്ന് ചോദിച്ചു. ഞാൻ ഈ ഹൗസിന്റെ ക്യാപ്റ്റനാടാ എന്നാ ചോദിച്ചോ. അനീഷിനെ അറിയാണ്ട് രമളി പറ്റി. അപ്പൊ എല്ലാരും കൂടി കോർണർ ചെയ്തപ്പോ അത് സമ്മതിക്കാനും പറ്റില്ല. അനീഷിന് ചെറുതായിട്ട് പാളി, അത്ര തന്നെ. നിങ്ങൾ ഇവിടുന്ന് പോയില്ലെങ്കിൽ ഞാൻ കിച്ചണിൽ കയറൂല, അതേപോലെ കുക്ക് ചെയ്യൂല. അനീഷ്, ദൈവമേ എല്ലാരും കൂടി എന്നെ വളയാണല്ലോ, ഇനി എന്ത് ചെയ്യും? അവസാനം തലവെടുക്കാം. നിങ്ങളൊക്കെ അടുക്കളയിൽ ഇറങ്ങി പോയില്ലെങ്കിൽ ഞാൻ ഫുഡ് ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞ് അനീഷ് ഇറങ്ങി പോയിട്ട് അവിടെ മിണ്ടാണ്ടിരിക്കുന്നു. ഇതിന് ഞങ്ങളുടെ നാട്ടിലൊരു കാര്യം പറയാ, അണ്ണാക്കിലെ പിരിവെട്ടി ലൈഫ്. അതിനുശേഷം കഥയായിരുന്നു ഗൈസ്. സരിക ചേച്ചിയുടെ കഥ, അഭിലാഷിന്റെ കഥ, നെവിന്റെ കഥ. സരിക ചേച്ചിയുടെ പ്രശ്നങ്ങൾ ഇത്തിരി ഭയങ്കര ഇമോഷണൽ ആയിരുന്നു. അതിനെപ്പറ്റി നമ്മൾ കമന്റ് ചെയ്യുന്നില്ല. അഭിലാഷിന്റെയും നെവിന്റെ ഇമോഷണൽ തന്നെയാണ്. പക്ഷെ അഭിലാഷ് പറഞ്ഞൊരു കാര്യം നമുക്ക് പറയേണ്ടതുണ്ട്, കേൾക്കാം. മദ്യപാനത്തിൽ കൂടെ ഞാൻ എന്നൊരു വ്യക്തി മദ്യപിച്ചാൽ പോലും എന്റെ ഭാര്യയ്ക്ക് മദ്യപാനം കാരണം ഒരു പ്രശ്നം ഉണ്ടാവില്ല. അഭിലാഷ് പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഒരു ഡൊമസ്റ്റിക് വയലൻസിന്റെ ഇരയാണ്. അപ്പന്റെ അമ്മയുടെയും. അപ്പൻ വെള്ളമടിച്ച് വന്ന് അമ്മേനെ ഇടിയായിരുന്നു. അത് ഇവന് അഫക്ട് ചെയ്തിട്ടുണ്ടെന്നൊക്കെയാണ്. അപ്പൊ മദ്യപാനം കാരണം ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിച്ചത് മുന്നിൽ കണ്ടിട്ട് പുള്ളി പറയാൻ വന്നത് ഞാൻ വിചാരിച്ചു അതുകൊണ്ട് ഞാൻ മദ്യപിക്കില്ല. പുള്ളി പറഞ്ഞത് ഞാൻ മദ്യപിച്ചാലും എന്റെ ഭാര്യയ്ക്കൊന്നും പറ്റില്ല. അത് എന്ത് തീരുമാനമാണ്? മദ്യപിച്ച് കഴിഞ്ഞിട്ട് ഇവര് സ്വഭാവത്തിലാണോ ചെയ്യുന്നത്? അറിയാതല്ലേ ചെയ്യുന്നത്? എന്തിനാ പൂപ്പു? ബൈ ദ ബൈ, അനുമോൾ ആര്യൻ. ഇന്നലെ ഞാൻ അനാർ എന്നുള്ള പേര് സജസ്റ്റ് ചെയ്തപ്പോൾ കമന്റിൽ ഈ കുട്ടി പറഞ്ഞു അനാറിനെക്കാളും നല്ലത് അന്യൻ എന്നാണ്. സോ അന്യൻ കോംബോയുടെ അല്ലെങ്കിൽ അനാർ കോംബോയുടെ ഒരു ലവ് ട്രാക്ക് ബാക്കിൽ കൂടെ വർക്ക് ആവുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അനുമോള് അടക്കളയിൽ നിന്നെന്തോ ഉപ്പെടുത്തുകൊണ്ട് പോയി. ആര്യം പുറകെ ഓടി. വാഷ്റൂം ഏരിയയിൽ ചെന്ന ആര്യൻ എനിക്കിങ്ങടി തരുക. ഫുഡില്ല, പക്ഷെ സ്ക്രബ് ചെയ്യുന്നുണ്ട്. ആര്യൻ ബി ലൈക്ക് അതൊക്കെ പറഞ്ഞോ, അതൊക്കെ കേൾക്കാൻ രസമുണ്ട്. പറഞ്ഞോ നല്ല രസമുണ്ട്. നീ കളിക്കണം. എന്റെ ഒരു ബോണ്ട് കൊണ്ട് ഞാൻ അങ്ങോട്ട്. ബൈ ദ ബൈ, ശാരിക കെ ബി ബിഗ് ബോസ് വീട്ടിലെ ഒരു മോട്ടിവേഷണൽ സ്പീക്കറാണ്. ഓരോരുത്തരുടെ അടുത്ത് വന്നിട്ട് നിനക്ക് പവർ ഉണ്ട്, നീ നന്നായി കളിക്കണം, നീ പോരാളിയാണെന്നൊക്കെ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യലാണ് ചേച്ചിയുടെ പരിപാടി. നീ ഒരു ഗെയിമറാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റായിട്ട് പറഞ്ഞത്. ഇതിപ്പോ ഇന്നലെ രേണു സുധീനെ ആയിരുന്നെങ്കിൽ ഇന്ന് പിന്നെ എന്നോട് പറയും അയ്യോ ഇവിടെ മേക്കപ്പ് ചെയ്ത് കണ്ട ഇവിടെ ചൂണ്ടി. അത് കഴിഞ്ഞ് ഇന്നലെ ബിഗ് ബോസ് സ്കൂളിലൊക്കെ കൊണ്ട് ഏറ്റവും പുതിയ വേർത്തിയാണ് ജിസലിന്റെ മേക്കപ്പ് പിടിച്ചു. ജിസലിന്റെ മേക്കപ്പ് പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ ജിസൽ മുഖം തുടച്ച ടിഷ്യൂ പേപ്പർ അനു പോയി പൊക്കി. അപ്പോ അനുവും മേക്കപ്പ് ചെയ്തിട്ടുണ്ടെന്ന് ജിസലിന് വരുത്തി തീർക്കണം. എന്തരാടേ ഇതൊക്കെ?
ഇത് ഓയിലാണ്. അച്ഛാ, എന്റെ ബെഡ് ബൈ ദ വൈ, അനു എന്തിനാണ് അവളുടെ കാര്യം നോക്കണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ബിഗ് ബോസ് ഹൗസ് ആണ്, അവൾക്ക് മേക്കപ്പ് ഐറ്റം കൊടുത്തുള്ള നീ മാത്രം ഇട്ടാ ഞങ്ങൾക്ക് ചോദിക്കണ്ടേ? അല്ല പിന്നെ ഞങ്ങൾക്ക് കൊണ്ട് കുശുമ്പോ സൂയിക. ഇതെന്താ ഇവിടെ ചുണ്ട് അങ്ങനെ ഇവിടെ എന്റെ പൊന്നെ ജിസല ചെയ്തെങ്കിൽ ചെയ്തു എന്ന് സമ്മതിക്കി, അല്ലാണ്ട് ഈ കിടന്നിട്ട് ഞാൻ പിന്നെ പറയില്ലേ. മേക്കപ്പ് ഇട്ടിട്ടുണ്ടോ? ഇല്ലെന്നേ. ഇല്ല. അതിന്റെ ഇടയ്ക്ക് അനീഷേട്ടൻ വന്നിട്ട് ജിസല നീ മേക്കപ്പ് ഇട്ടുണ്ടോ? ഞാൻ ഇട്ടിട്ടില്ല അനീഷേട്ടൻ. പിന്നെ അത് ഒരു പൊട്ടറ്റോ ഫേസ് പാക്ക് ആണ്. അത് പുള്ളിക്കാരി മേക്കപ്പ് അല്ല ഇട്ടിട്ടുള്ളത്, പുള്ളിക്കാരി ഇട്ടത് പൊട്ടറ്റോ ഫേസ് പാക്ക് ആണ്. അനു നോക്കടാ ഊളെ, ഇതാണോടാ നിന്റെ പൊട്ടറ്റോ ഫേസ് പാക്ക്? ഞാനിത് ഇന്നും നിലം തുടങ്ങിയ പരിപാടിയൊന്നുമില്ല. ഫൗണ്ടേഷൻ എഴുതി കാണിച്ചവരെ എനിക്ക് സ്മെല്ലടിക്കും. ഇത് ഉരുളക്കിഴങ്ങല്ല, ഇത് ഉരുളക്കിഴങ്ങല്ല, ഇത് ഫൗണ്ടേഷനാ. അവളെ എണ്ണ കേൾക്കണം ഞാൻ കണ്ടു. അത് കഴിഞ്ഞ് ഭയങ്കര ചർച്ച നടന്നപ്പോ നീല് പറയാ ജിസല എണ്ണ തയ്ക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. അനുടേ തള്ളേ, മനുഷ്യന് ഇവിടെ പ്രശ്നത്തിന്റെ ഇടയ്ക്ക് താൻ തമാശ അറിയണം. അനീഷേട്ടനെ കൊണ്ട് തന്നെ നല്ല ബുദ്ധിമുട്ട്. അപ്പോഴാണ് ബീട്രൂട്ട്. പക്ഷെ ഉള്ളത് ഞാൻ പറയും, ഉള്ളത് പോലെ പറയും. ജിസലി വെച്ച് മേക്കപ്പ് ഇട്ടുണ്ട്, അല്ലാണ്ട് അങ്ങനെയൊന്നും ഇരിക്കില്ല. ഞാൻ ആഹാരം ഉണ്ടാക്കും രാവിലെ തൊട്ട് രാത്രി. പിന്നെ നിങ്ങൾ എന്നെ ഓർക്കാൻ ഞാൻ നാളെ ആഹാരം ഉണ്ടാക്കട്ടെ. ജിസല് പെട്ടു. ജിസലിന്റെ എല്ലാരും കൂടി വളഞ്ഞു. അപ്പൊ ജിസല സ്ഥാനത്ത് അടവെടുത്തു. നിങ്ങൾ എന്റെ കിടക്കട ചുറ്റും വന്നിരുന്ന് എന്നെ ശല്യം ചെയ്ത് എനിക്ക് ഉറങ്ങണ്ടേ? ഞാൻ ഒരു മനുഷ്യനല്ലേ, ഞാൻ രാത്രി ഉറങ്ങാൻ പറ്റില്ല. രാവിലെ എനിക്ക് ഞാൻ കറി വെക്കണം പറഞ്ഞാൽ നാളെ കറി ഉണ്ടാക്കില്ല. നിങ്ങൾ പട്ടിണി ഞാൻ ആഹാരം ഉണ്ടാക്കത്തില്ല. I'm done with this. നാളെ ഫുഡ് വേണമെങ്കിൽ എല്ലാം വെക്കോ, എനിക്ക് ഉറങ്ങണം. പൊട്ടാറ്റോ ചിപ്സ് ആണ്. എടാ ഇവൻ ഉറക്കൂല്ലേ? ഈ നെവിൻ ഭൂലോക കള്ളഞ്ഞ ലാലേട്ടന പ്രമോല് കള്ളത്തരം കാണിക്കുന്നത് കണ്ടപ്പോ അവൻ എല്ലാ ആഴ്ചയും കയറി കട്ട് ചെയ്തോണ്ടിരിക്കുക. ഇതത്ര നല്ല സ്വഭാവം അല്ല കേട്ടോ നെവിനെ. ആദ്യമൊക്കെ ഫണ്ണ് തന്നെ, പിന്നെ മറ്റുള്ളവരുടെ ഫുഡ് എടുത്ത് അടിച്ചു മാറ്റി കഴിക്കുന്നത് ചെക്കത്തരം എന്ന് പറയും. എന്നാലും കൊള്ളാം കേട്ടോ. ഇപ്പം എന്റെ കൈ ഒന്നുമില്ല, നിങ്ങൾക്ക് അറിയാം നല്ല പോലെ. എന്റെ ബെഡ് ഖാലിയാണ്. പൊന്നു ബിഗ് ബോസേ, ഞങ്ങളുടെ ജിസൽ ചേച്ചിന് ആ മേക്കപ്പ് ഐറ്റംസ് ഒന്ന് കൊടുത്ത് വീട്. പ്ലീസ് ജസ്റ്റ് ബി കൈൻഡ് ടു മീ. ജിസല ചേച്ചിയുടെ മേക്കപ്പ് ഐറ്റവും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ ഇവിടെ മൈൻഡപ്പ് ചെയ്യുന്നു. അടുത്തൊരു എപ്പിസോഡുമായിട്ട് നാളെ കാണാം എന്ന ശുഭപ്രതീക്ഷയിൽ ഞാൻ പോകുന്നു.